ചോദ്യം കേട്ടോ. ഒരു ഫോൺ പറഞ്ഞുതരുമോ, എന്നെ അറിയണവർ ഒരു ഫോൺ പറഞ്ഞുതരുമോ, എനിക്ക് നല്ലൊരു ഫോൺ വേണം, അപ്പോൾ അത് മേടിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു സംഭവം ഇവർ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ഏതാണ്, നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് സാധനം കിട്ടണം എന്നാണ് എല്ലാവരും ചിന്താഗതി. ബഡ്ജറ്റ് ചോദിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് ചോദിക്കും. ചിലവർക്ക് നല്ല ക്യാമറ വേണം, ചിലവർക്ക് നല്ല ബാറ്ററി വേണം, ചിലവർക്ക് നല്ല ഡിസ്പ്ലേ വേണം, ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ആഡൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ്വെയർ ഏതാ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ മെയിനായിട്ട് പറയാറുള്ള കുറച്ച് ബ്രാൻഡുകളുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യണതാണെങ്കിലും അങ്ങനത്തെ എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു ബ്രാൻഡാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ടത് അതിലേക്ക് പോകാം. ആദ്യമൊക്കെ നോക്കിയ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ, സ്മാർട്ട് ഫോൺ വരുന്ന കാലഘട്ടം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡായിരുന്നു സാംസങ്. ഒരുപാട് പേരുദോഷങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ എന്താ പറയുക, നമുക്ക് ബെസ്റ്റ് എന്ന് തോന്നണ കുറേ സംഭവങ്ങൾ ആദ്യമായിട്ട് എൻ്റെ പൊന്നോ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അതൊക്കെ ആദ്യമായിട്ട് എനിക്ക് തന്നിട്ടുള്ളൊരു ബ്രാൻഡാണ് സാംസങ്. സ്മാർട്ട് ഫോണിൽ അതിനിട്ട് മുമ്പ് നോക്കിയ കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ N സീരീസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ നോക്കിയയുടെ, അതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഡിസ്പ്ലേയും അന്ന് 2010 എനിക്ക് തോന്നുന്നു. 2010 നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ടൈമിൽ ഈ വക്ക സോങ്ങൊക്കെ ഞാൻ N95 കണ്ട ഒരു ഓർമ്മയുണ്ട്. അതൊരു സംഭവമായിരുന്നു ആ ടൈമിൽ. ഇത്രയും കളർഫുൾ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേയിൽ ആ ഒരു HD സാധനം കാണുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ സാംസങ് ഇങ്ങനെ ഈ ഫ്ലിപ്പാവണ തുറക്കണ പൗച്ച് അത് കൊണ്ടുവരാം, അതൊക്കെ പിന്നീട് കഴിഞ്ഞിട്ടാണ് ഈ സാംസങ് ഗാലക്സി ഗ്രാൻഡ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. എൻ്റെ അച്ഛൻ പിന്നെ ചേട്ടനൊക്കെ ആ ഒരു സംഭവം എടുത്തിട്ട് അത് കിട്ടാൻ ഭയങ്കര പാടാണ്. ആ ഫോൺ കിട്ടാൻ ഭയങ്കര പാടും. ആ ഫോൺ കിട്ടാൻ ഭയങ്കര എന്താ പറയുക ക്യൂ ഒക്കെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ. ഗ്രാൻഡ് ഭയങ്കര ഡിമാൻഡാണ്. പരസ്യമൊക്കെ ഭയങ്കര പരസ്യമൊക്കെ കാണാൻ. അതിൻ്റെ ക്യാമറ ഭയങ്കര അടിപൊളിയാണ്. സിംഗിൾ ക്യാമറ ആണ് അന്നത്തെ കാലം. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ ആയിരുന്നു എന്ന് എനിക്ക് തോന്നണേ, 8 മെഗാ പിക്സൽ. അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു ആ ടൈമിൽ. ആ ടൈമിലാണ് HTC. എൻ്റെ വലിയച്ഛനൊക്കെ HTC ഒക്കെ എടുത്തിട്ട് അതൊരു സംഭവമായിരുന്നു. അതൊക്കെ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്ന ഫോൺ. അതിൻ്റെ ക്വാളിറ്റി, ആ സ്പീക്കറിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്യാമറ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിരുന്ന ഫോണുകളാണ് ഈ HTCയുടെ ഫോണുകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ASUS ഒക്കെ വന്നത്. ASUS ഒക്കെ പിന്നീട് ഒരുപാട് അവരൊക്കെയാണ് ബാറ്ററിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് മുൻപിട്ട്. ഈ 5000 mAh 5000 mAh ബാറ്ററി, പിന്നെ 4 GB റാം, അതൊക്കെ കൊണ്ടുവന്ന ഒരു സംഭവം. ഈ ചെറിയ സെഗ്മെൻറ്റിൽ കൊണ്ടുവന്നിട്ട് 10,000 രൂപയുടെ ഉള്ളിലൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ സംഭവം ഇതൊക്കെ അവരാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് സാംസങ് ആയിരുന്നു. അപ്പോൾ സാംസങ് എനിക്ക് ഇഷ്ടപ്പെടാൻ അത്രയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. അതിപ്പോഴാണെങ്കിലും വേറൊരു കമ്പനിക്കില്ല. നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ട് കോൾ ചെയ്യണത്, അതിൻ്റെ ഒരു സുഖം അതെനിക്ക് വേറൊരു ഫോണിൽ നിന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണ കമ്പനി ആണെങ്കിലും ബ്രാൻഡാണെങ്കിലും ആ ഒരു സുഖം കിട്ടിയിട്ടില്ല. പിന്നെ അവരുടെ സിംപ്ലിസിറ്റി, കളർഫുള്ള്, ഭയങ്കര പഞ്ചി കളേഴ്സാണ് ഓരോ ഐക്കൺസും, ഭയങ്കര സിംപ്ലിസിറ്റിയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് പഠിക്കണം, ഇപ്പോൾ അധികം മൊബൈലിനെ കുറിച്ച് അറിയാത്ത ഒരാൾക്ക് നമ്മൾ ഈ മൊബൈൽ മേടിച്ചു കൊടുത്തിട്ട് അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ്. ഈ സാംസങ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഒരു സാംസങ്ങിനെ മേടിക്കുള്ളൂ. അന്ന് ഒരു ക്വാളിറ്റി ഒക്കെ പിന്നെ ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഈ ഹാങ് ആവേണ്ട ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു എന്തായാലും ഈ J സീരീസ് ഒക്കെ വന്നപ്പോൾ. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഹാങ്ങിൻ്റെ ഇഷ്യൂസ് J സീരീസ് തൊട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ പണ്ടൊട്ടേ ഉണ്ട്, പക്ഷേ ഈ J സീരീസിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ കുറേ സീരീസുകൾ വന്നു നമുക്ക് മേടിക്കാൻ പറ്റുന്നതും മീൻസ് ബഡ്ജറ്റിൽ കുറവുള്ളതും ഒക്കെ ആയിട്ട്. പിന്നെയാണ് അവർ സ്റ്റൈലസിൻ്റെ പരിപാടിയൊക്കെ കൊണ്ടുവരണേ, എഡ്ജ് സ്ക്രീനൊക്കെ കൊണ്ടുവരണേ. അതൊക്കെ കണ്ടപ്പോൾ വലിയ സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. S സീരീസൊക്കെ വന്നു തുടങ്ങിയപ്പോൾ S3, S4 S4 ഒക്കെ അന്നത്തെ ഒരു ഡിമാൻഡ് വന്നൊരു സംഭവമുണ്ട്. S3, S4 ഒക്കെ അതെന്ത് സംഭവമായിരുന്നു.
അത് കഴിഞ്ഞിട്ട് S6 ഒക്കെ എത്തിയപ്പോഴാണ് എഡ്ജൊക്കെ വന്ന്. ഓ, ആ എഡ്ജ് സ്ക്രീനൊക്കെ വന്നപ്പോൾ ആ ഒരു അത്ഭുതവും. എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ട് കേട്ടോ സാംസങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡ്. ഇപ്പോഴാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം ആക്രാന്തം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് പറ്റണില്ല. ആ മുതലെടുക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് തീരെ ഇഷ്ടമില്ല. അതെനിക്ക് സാംസങ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോൾ ഓവർ പ്രൈസ്ഡ് ആണ്. ഈ ഐഫോണിനൊക്കെ നമ്മൾ പറയണ പോലെയൊക്കെ തന്നെ ഓവർ പ്രൈസ്ഡ് ആണ് സാംസങ്ങിൻ്റെ മൊബൈൽ. ഇത് സാംസങ്ങിനെ കുറ്റം പറയുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ പറയണതാണ്. സാംസങ് ആയിരുന്നു എനിക്ക് ഫോൺ എടുക്കുമ്പോൾ സാംസങ് എടുക്കണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പക്ഷെ എനിക്ക് ഏറ്റവും ഫസ്റ്റ് എൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിക്ക് കിട്ടുന്നത് മൈക്രോസോഫ്റ്റ് ലുമിയാണ്. മൈക്രോസോഫ്റ്റ് ലുമിയ 540. പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട്, റിസൾട്ട് അത്ര വലിയ റിസൾട്ട് അല്ലെങ്കിലും കഴിഞ്ഞല്ലോ, ജയിച്ചല്ലോ, ഇനി +1 +2 ആണല്ലോ, ഹയർ സെക്കൻഡറിയിൽ പോയില്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ വലിയച്ഛൻ മേടിച്ചെന്ന ഫോണാണ് മൈക്രോസോഫ്റ്റ് ലുമിയ 540, ആ ഒരു ഓറഞ്ച് കളർ. ഓ, അതൊരു സംഭവമായിരുന്നു. ആ ടൈമിലുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റും ഫോൺ എനിക്ക് മേടിച്ചിടാന്ന് പറയണ മൊമെൻറ്റും. നമുക്ക് ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ അത് ബാക്കിയുള്ളവൻ്റെ കയ്യിൽ കാണുമ്പോൾ നമുക്ക് വലിയൊരു സംഭവമാണ്, നമുക്ക് എപ്പോഴെങ്കിലും വേണം. പക്ഷെ നമ്മളെ ചെറുതാണ് എന്ന് കിട്ടാനാ. അന്ന് എനിക്ക് ഈ ഫോൺ മേടിച്ചിടാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് പറയണേ. എന്നിട്ട് ഈ ലുമിയ 540 ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ലെനോവയുടെ ഏതൊരു ഫോൺ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ലെനോവ ഒക്കെ അന്ന് ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അന്ന് ലുമിയ 540 മൈക്രോസോഫ്റ്റിൻ്റെ നോക്കിയ കഴിഞ്ഞു, മൈക്രോസോഫ്റ്റിലേക്ക് എത്തി. വിൻഡോസ് ഫോൺ. അന്ന് എൻ്റെ കയ്യിൽ ആ ഫോൺ കണ്ടിട്ട് കുറേ പേര് ഭയങ്കരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. മീൻസ് ഏതാ ഫോൺ, എങ്ങനെയാണ് വില, ഭയങ്കര അടിപൊളിയാണല്ലോ. മീൻസ് ആര് കണ്ടാലും നോക്കുമല്ലോ, ഫ്ലൂറസെൻ്റ് കളറല്ലേ, ഫ്ലൂറസെൻ്റ് ഓറഞ്ച് കളറ്. പക്ഷേ ഫീച്ചേഴ്സൊക്കെ വളരെ ശോകമായിരുന്നു. നമുക്ക് പിന്നീട് അത് മനസ്സിലായി. ഈ 720p നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, HD, ഫുൾ HD ഇല്ല, 4K 4K പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. HD മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രോസസ്സറിന് കുറേ പരിമിതികളുണ്ടായിരുന്നു. പിന്നെ മൈക്രോസോഫ്റ്റ് ആയ കാരണം അന്ന് മിനി മിൽഷ്യ കത്തിങ്ങൾ ടൈമാണ്. നമുക്കത് കളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം. വേറൊരാളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ ഫയലുകൾ. ബ്ലൂടൂത്ത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഞാൻ പഠിച്ചു ആൻഡ്രോയിഡ് മതി. ഇനി അന്നോട്ടാണ് എനിക്ക് ആൻഡ്രോയിഡ് മതി എന്നുള്ള സംഭവത്തിലേക്ക് എത്തി. പക്ഷേ ഞാൻ ആ ഫോൺ ഒരുപാട് നാൾ കൊണ്ടുനടന്നു. കുറേ നാൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഫോൺ. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിങ്, അത്രയും വലിയൊരു മൊമെൻ്റ് തോന്നിയൊരു ഒരു ടൈമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ സാംസങ് എടുക്കണം കേട്ടോ. പക്ഷേ സാംസങ് ഒന്നും നമ്മുടെ ബഡ്ജറ്റിൽ നല്ല ഫോണുകളില്ല. അപ്പോൾ സാംസങ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഏതൊരു J7 പ്രൈം ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്, അങ്ങനത്തെ ഒരു ഫോൺ എടുത്തു. അപ്പോഴും സാംസങ് കിട്ടി എനിക്ക്, ഞാൻ ഉദ്ദേശിച്ച സോഫ്റ്റ്വെയർ കിട്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫൈ ആവണില്ല. പിന്നെ സാംസങ് പതിയെ നല്ല പ്രൈസിൽ കൊടുത്താലേ നല്ല ഫോണുകൾ കിട്ടുള്ളൂ എന്നുള്ള ലെവലിലേക്കൊക്കെ എത്തി. ആ ടൈമിലേക്ക് മോട്ടറോള നല്ല രീതിക്ക് വരണേ. മോട്ടറോള ഒരു സംഭവമായിട്ട് ആ ടൈമിലുണ്ടായിരുന്നു. ഈ സീരീസ് ആണെന്നുകൊണ്ട് ആ ടൈമിലല്ലേ. അപ്പോൾ മോട്ടറോള വീണ്ടും കത്തി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോയി തുടങ്ങി. അത്
പിന്നീടൊരു കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ്, ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട്, 3-4-5 അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഫോൺ മാറ്റണ്ടേ. അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫോൺ അധികം നാൾ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, ഞാൻ മടുക്കും, വേറെ ഫോൺ മേടിക്കും. ഒരു മാക്സിമം 1 വർഷം. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഇടയിൽ 2-3 ഫോൺ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ. പക്ഷേ ലൂമിയ എപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും എന്നുള്ള നിലയിലേക്ക് എത്തിയപ്പോഴാണ് ഫോൺ ഇറങ്ങണേ. അത് പോക്കോ F1. അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ട്, ഞാൻ പറയാം. സ്മാർട്ട് ഫോൺ ഉണ്ട്, ആപ്പിൾ ഉണ്ട് അപ്പുറത്ത്, സാംസങ് ഉണ്ട് അപ്പുറത്ത്, ഈ ചൈനീസ് ഫോണുകളുണ്ട്, ഷവോമി ഉണ്ട്. ഷവോമി ഈ ഓരോ ടൈമിൽ വന്നിട്ട്, വർഷത്തിലൊരു ടൈമിൽ 2 ടൈമിലൊക്കെ വന്നിട്ട് ഒരു ഫ്ലാഷ് സെയിൽ വയ്ക്കും. 5 മിനിറ്റിനുള്ളിൽ സെയിൽ നടക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്, ഓർമ്മയുണ്ടാവും ഇല്ലേ എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഈ പറഞ്ഞ പോലെ പോക്കോ എന്ന് പറയുന്ന സാധനം, അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ സ്മാർട്ട് ഫോണും ഉണ്ട്, പോക്കോ ഉണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പായി. പോക്കോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ബെഞ്ച് മാർക്കായി. 27 രൂപയും കൂടെ അന്നത്തെ വില പോക്കോൻ്റെ. പല വെർഷൻസ് ഉണ്ടായിരുന്നുണ്ട്, മീൻസ് സ്റ്റോറേജ്. അതിൽ റെഡ് കിട്ടാൻ ഒടുക്കത്തെ പാടാണ്, റെഡ് കിട്ടില്ല, വളരെ പാടാണ് റെഡ് കിട്ടാൻ. റെഡ് ബ്ലാക്ക് ബ്ലൂ അങ്ങനെ ആയിരുന്നുണ്ട് അല്ലേ, അങ്ങനെ ആയിരുന്നുണ്ട്. ഞാനും ചേട്ടനും കൂടിയിട്ട് പോക്കോ എടുക്കാൻ പോയി. EMI-ലായിട്ട് എടുക്കണം. അപ്പോൾ എനിക്ക് EMI കിട്ടില്ല ആ ടൈമിൽ, എനിക്ക് അത്രയും പ്രായമായിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ വലിയച്ഛനെ കൊണ്ടുപോയി EMI എടുത്ത് പോക്കോ എടുത്തു. പോക്കോയും സാംസങ്ങിൻ്റെ വേറെ ഒരു ഫോണാണ് അന്ന് കോമ്പറ്റീഷൻ. പിന്നെ ആപ്പിൾ ഉണ്ട് അപ്പുറത്ത്. ആപ്പിൾ പിന്നെ റേഞ്ച് അറിയാലോ, നമുക്ക് പറ്റാത്തൊരു റേഞ്ചാണ്. പോക്കോ എടുത്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, നല്ലൊരു ഫോൺ വന്നു നമ്മുടെ കയ്യിൽ. അങ്ങനെ നമ്മുടെ കയ്യിലൊരു ഫോൺ കിട്ടി, ഒരു സംഭവമായി. 4K വീഡിയോ എടുക്കാം, ഇല്ലാത്ത ഫീച്ചേഴ്സൊന്നും ഇല്ല. നോച്ച് ഡിസ്പ്ലേ ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷേ ഇതിൻ്റെ വലിയ വീനോച്ച ഐഫോണിൻ്റെ പോലെ തന്നെ മറ്റേ ഫേസ് റെക്കഗ്നേഷൻ മറ്റേ സംഭവം വെച്ചിട്ട്, ഇൻഫ്രാറെഡ് വെച്ചിട്ട്, അങ്ങനല്ലേ പറയാം. അതെ. അപ്പോൾ ഇരുട്ടത്തുമാവും. പിന്നെ ഫിംഗർ പ്രിൻ്റ് ബാക്കിൽ വരണേ, 2 ക്യാമറ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അതൊരു സംഭവമായിരുന്നു. ഞാൻ ജാട കാണിച്ചിട്ടുണ്ട്, നല്ല ജാട കാണിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ മുമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ ജാടൊക്കെ കാണിച്ച് സംഭവക്കായി. അന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി. അന്ന് എൻ്റെ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ഈ ഫോണുണ്ട്, പോക്കോ F1, സെയിം ഫോൺ, സെയിം കളർ, എല്ലാം ബ്ലൂ. ഞങ്ങളത് വെച്ചിട്ട്, കാരണം 4K എടുക്കാമല്ലോ, ഫ്രണ്ടിലെടുക്കാം ബാക്കിലെടുക്കാം 4K. അത്രയും ഹെവി പ്രോസസ്സർ. എന്നിട്ട് 845 വന്നുകൊണ്ടല്ലേ സ്നാപ്ഡ്രാഗൺ തോന്നുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ അപ്പോഴാണ് ഒരു ഫുഡ് വ്ളോഗിങ് ചാനൽ. എന്നിട്ട് എത്ര നാൾ മുന്നേ, അന്നൊന്നും ഈ പറഞ്ഞ ഇപ്പോഴത്തെ വലിയ പുള്ളികളൊന്നും ഇല്ല. ഇപ്പോൾ വലിയ പുള്ളികളില്ല എന്ന് പറഞ്ഞത് കൺസിസ്റ്റൻസി ആയിട്ടാ എപ്പോഴും വലുത്. അല്ലാണ്ട് ആരായും തുടങ്ങി 6 സെക്കൻഡ് തുടങ്ങിയെന്നൊന്നല്ല. ആരെ നല്ല രീതിക്ക് കൊണ്ടു നടക്കണോ അവർക്ക് തന്നെയാണ്. ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടന്നില്ല, കാരണം പൈസ ഇല്ല ഓരോ ഹോട്ടലിൽ പോയിട്ട് കഴിക്കാൻ. കുറേ ഒരു ഹോട്ടൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് തന്നുള്ളൂ. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തന്നതാണ്, അവർ നിർബന്ധിച്ച് തന്നതാണ്. ബാക്കിയുള്ള ഒരു സ്ഥലത്തും ഫ്രീ ആയിട്ട് ചോദിച്ചിട്ട് പോലും തന്നിട്ടില്ല, വേണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വ്ളോഗിങ് ഒക്കെ തുടങ്ങി. ഞങ്ങൾ വേറെ കുറേ മറ്റേ ഫിഷിങ് റോഡൊക്കെ എടുത്തിട്ട് അങ്ങനെ ചൂണ്ടാൻ പോയി തുടങ്ങി. അങ്ങനത്തെ പരിപാടിയൊക്കെ ആയി. അപ്പം അന്ന് എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ട്. ഞാനും വണ്ടി എടുത്ത ടൈമാണ്, സ്കൂട്ടർ ബർഗ്മാൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള ടൈമിൽ ഇതുപോലെ ഞങ്ങൾ ഒരു ദിവസം ചൂണ്ടാൻ പോണ ടൈമിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വളവിൽ വെച്ചിട്ട് അവിടെ ചരലുണ്ടായിരുന്നു. ചരൽ ഇൻ ദ മീൻസ് ഇങ്ങനെ കല്ലും മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവില്ലേ റോഡിൽ, ചരലെന്നാണ് ഇവിടെ തൃശ്ശൂരൊക്കെ പറയുക. ബാക്കിയുള്ള സ്ഥലത്ത് എന്താ പറയുക എനിക്കറിയില്ല. മെറ്റൽ, ചരൽ അങ്ങനെയൊക്കെ പറയില്ലേ, ചെറിയ കല്ലുകൾ, പൊടികൾ. ഭയങ്കര വലിയൊരു ബെൻഡായിരുന്നു, വളവായിരുന്നു.
അവിടെ വെച്ച് ഞങ്ങൾ വീണു. സ്കിഡായി വണ്ടിയിൽ നിന്ന്. പുതിയ വണ്ടി, രണ്ടുപേരുടെ കയ്യിലും പുതിയ ഫോൺ, ചൂണ്ടാൻ പോണു, അങ്ങനത്തെ സംഭവം. അപ്പോൾ വീണു ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും പറ്റുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സ്കിഡായി ഇങ്ങനെ പോയി. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടില്ല. വണ്ടി ഒരു സൈഡ് ഇങ്ങനെ സ്കിഡായി ഇങ്ങനെ ഇതായി. പക്ഷേ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ വീണെടുക്കണു. ഞങ്ങൾക്ക് എണീക്കാൻ പറ്റും. എൻ്റെ മേലെ വണ്ടി എടുക്കണേ ചേട്ടനൊക്കെ എണീറ്റു. ചേട്ടന് ആൾക്കാർക്ക് പിടിച്ച് എണീപ്പിച്ചു. എന്നെയും വണ്ടി കുറച്ച് ആൾക്കാർ പിടിച്ച് ഉയർത്തി, എന്നെയും കൈ പിടിച്ച് ഉയർത്തി. അപ്പം എനിക്കിങ്ങനെ എഴുന്നേക്കുമ്പോൾ ഞാൻ ആദ്യം നോക്കണത് ഫോണാണ്. എൻ്റെ പോക്കറ്റിലെ ഫോൺ എടുക്കണേ, ഫോൺ നോക്കണേ. ഫോൺ നോക്കിയപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നിറച്ച് മറ്റേ സ്പൈഡർമാൻ വലയിട്ട പോലെ നിറച്ചിങ്ങനെ പൊട്ടി, ചില്ല് മൊത്തം പൊട്ടി. പക്ഷേ വർക്കിംഗ് ആണ്. അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. വർക്കിംഗ് ആണ്, ചില്ല് പൊട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് മാറ്റാം. അങ്ങനെ അതായിട്ട് അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട്, നീ ഈ നേരത്തെ ഫോണാണോ നോക്കണേ, നീ മര്യാദയ്ക്ക് എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ, നീ ഫോണൊക്കെ തന്നേന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ഫോൺ മേടിച്ചു, എന്നെയൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ബാക്കി എല്ലാവരും ചുറ്റും കൂടി നിൽക്കണവർ പറഞ്ഞു, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതുപോലെ വേറൊരു ഫാമിലി വന്നിട്ട് വീണ് ഇവിടെ. എന്നിട്ട് അപ്പോഴാണ് അവർ അതൊക്കെ തൂത്ത് കളയാണ്. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങൾക്ക് ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വണ്ടിയിലാണ് സ്ക്രാച്ച്. അത് പിന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, പുതിയ വണ്ടിയാണല്ലോ, അപ്പം അത് കുഴപ്പമുണ്ടാകുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ശരി എന്നാൽ പോവാം. ഫോൺ മേടിച്ച ചേട്ടൻ, എനിക്ക് കള്ളി ഷർട്ടാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ചെക്ക് ഷർട്ടാണ്, ചെക്ക്. ഫോൺ മേടിച്ച ചേട്ടനെ കാണാനില്ല. ഫോൺ മേടിച്ച ചേട്ടൻ ഇവിടെയാ, ആരെങ്കിലും ചോദിച്ചിട്ട് ഒരാൾക്ക് അറിയില്ല അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ വെച്ചിട്ട് ഞാൻ എന്താക്കിയ ചെക്ക് ഷർട്ട്, ഞാൻ പറഞ്ഞു ഇന്ന കളറിലെ ചെക്ക് ഷർട്ടാണ് ഇട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയാണ് ആളെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളിപ്പോൾ ബസ് വന്നപ്പോൾ അതിൽ കയറിപ്പോയല്ലോ. അപ്പോൾ നമ്മുടെ ഒരു മറ്റേ മൊമെൻ്റ് ഉണ്ടല്ലോ, മറ്റേ ഡോളി ഒന്ന് സൂം ചെയ്തിട്ട് പോകുന്നൊരു ഷോട്ട്, ആ ഷോട്ടാണ് എൻ്റെയും ചേട്ടൻ്റെയും. ഞങ്ങളപ്പോൾ തന്നെ പാൻ്റൊക്കെ കീറിയുണ്ട്, കാല് പൊട്ടിയുണ്ട്, എൻ്റെ ചേട്ടനും കാലും എല്ലാം പൊട്ടിയുണ്ട്. ചേട്ടൻ അപ്പം തന്നെ പറഞ്ഞു, നിനക്ക് നിൻ്റെ മെയിൽ ID അറിയില്ലെന്ന് ചോദിച്ചു. മെയിൽ ID എടുത്ത് ഫൈൻഡ് മൈ ഫോണിലിട്ടു. ഫൈൻഡ് മൈ ഫോണിലിട്ടിട്ട് ലൊക്കേഷൻ, ഫോൺ ഓഫ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറേ തരും ഒരു 6-7 കിലോമീറ്റർ ഞങ്ങൾ പറഞ്ഞ ചേസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ആ ബസ് ഒരുപാട് ദൂരെ പോയി. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ബാക്ക് വെച്ച് ഇങ്ങനെ പറപ്പിക്കുക. കറക്റ്റ് ആ സാധനം ലൊക്കേഷൻ ചെന്ന് ഫോൺ മൂവിങ്ങിൽ നിന്ന് ഫോൺ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ എത്തി. കറക്റ്റ് നിന്ന് ഞങ്ങളവിടെ ചുറ്റും നോക്കുമ്പോൾ പിന്നെ കണക്ഷൻ പോയി. പിന്നെ സംഭവം കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഇടയ്ക്കിടയ്ക്ക് എന്തായി എന്നൊക്കെ നോക്കും. പിന്നീട് ഒരാഴ്ചയ്ക്കോ അങ്ങനെ എന്തോ അല്ലെങ്കിൽ 3-4 ദിവസമോ കഴിഞ്ഞിട്ട് അത് എവിടെയോ വെച്ച് ഓണായി. പിന്നെ അപ്പം തന്നെ ഓഫായി. പിന്നെ ഫോൺ പിന്നെ ഓണായിട്ടില്ല. പിന്നെ എല്ലാവരോടും ചോദിച്ചപ്പോൾ സൈബർ സെല്ലും അങ്ങനെയൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച IMEI നമ്പറൊക്കെ കൊടുത്തിട്ട് എല്ലാവരും പറഞ്ഞത് പോയി, അതങ്ങനെ പോവും, കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ അതങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ചാനലിൽ നിന്നു. പിന്നെ ഇതുപോലെ ബാക്കിയുള്ള പ്രശ്നം കൊണ്ടും ഞങ്ങളുടെ ചാനലും പോയി. പിന്നെ ഫോണില്ല. പിന്നെ അതിൻ്റെ നിരാശ, വണ്ടി അങ്ങനെയായി. അപ്പോൾ അത് ഫോണിൻ്റെ എനിക്ക് ഏറ്റവും വലിയൊരു മെമ്മറി, അങ്ങനത്തെ ഒരു മെമ്മറിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അപ്പോഴും ഫോണുകളൊക്കെ മാറ്റുന്നുണ്ട്. എനിക്കൊരു പർട്ടിക്കുലർ ബ്രാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് മോട്ടറോളയാണ്. വളരെ ഇഷ്ടപ്പെട്ട് എനിക്ക് അതിൻ്റെ ഇങ്ങനെ ചോപ്പ് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തും, അല്ലെങ്കിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ചോപ്പും ഷെയ്ക്കും ഇങ്ങനെ തിരിക്കുമ്പോൾ ക്യാമറ വരും. പിന്നെ ക്ലീൻ ഇൻ്റർഫേസാണ്, ആഡ്സും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മദർ ബോർഡ് അടിച്ച് പോകണു ബിൽഡ്. ഞാനൊരു 5-6 മോട്ടറോള ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 5-6 എന്ന് പറയുമ്പോൾ ഈ 5 വർഷമായിട്ടോ അല്ലെങ്കിൽ 6 വർഷമായിട്ടോ അല്ലെങ്കിൽ
5 വർഷം 5 വർഷമായിട്ട് ഒരു 6 ഫോണുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പലർക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ കാണുന്നതും എന്നെ അറിയണവരായിരിക്കും ഏറ്റവും കൂടുതൽ വീഡിയോ കാണുണ്ടാവുക. അവരും ഈ ഫോണിൽ തന്നെ ആയിരിക്കും കാണുണ്ടാവുക. അവർക്ക് ആർക്കും ഇത്ര വരെ ഒരു പ്രശ്നം വന്നിട്ടില്ലേ. അവരുടെ വെള്ളത്തിൽ വീണോ അല്ലെങ്കിൽ വീണ് പൊട്ടിപ്പോയി എന്നല്ലാണ്ട് മോട്ടറോള ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് ഇത്ര വരെ ഒരാൾക്ക് പ്രശ്നം പറ്റിയിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടയിൽ മോട്ടറോള അല്ലാണ്ട് നല്ലൊരു ബെസ്റ്റ് ബഡ്ജറ്റ് ഫോണാന്ന് പറഞ്ഞിട്ട് വേറെ 2 ബ്രാൻഡ് ഞാൻ സജസ്റ്റ് ചെയ്തപ്പോഴും അത് പണി കിട്ടിയിട്ടുണ്ട്. സോറി. പക്ഷേ മോട്ടറോള ഫോൺ ഇതുവരെ എനിക്കും പണി കിട്ടിയിട്ടില്ല. ബിൽഡ് ക്വാളിറ്റി വളരെ മോശമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിതുവരെ പറ്റിയിട്ടില്ല. ബഗ് ഉണ്ട് ഫോണിൽ. ഈ ക്യാമറ ആപ്പിലാണെങ്കിലും ചില ടൈമിൽ വല്ല ആപ്പുകളൊക്കെ തുറക്കുമ്പോൾ നല്ല രീതിക്ക് ബഗ് ഉണ്ട്. പക്ഷേ എനിക്കിതുവരെ പ്രശ്നം പറ്റിയിട്ടില്ല. സർവീസ് സെൻറ്റർ ആണെങ്കിൽ സർവീസ് സെൻറ്റർ 2 വട്ടം മാറിയിട്ടൊക്കെ ഉണ്ട്, തൃശ്ശൂരുള്ള സർവീസ് സെൻറ്റർ. അപ്പോൾ ഞാനത് നെറ്റിലോട്ട് ചേർക്കുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കാണും, അങ്ങോട്ട് പോവും, എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. അങ്ങനെ അപ്പോൾ എനിക്ക് നല്ല നല്ല പല ടൈമിലും പല എന്തെങ്കിലും ഒരു യൂണീക്ക് പോയിൻ്റ് ഫോണുകൾക്ക് ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് മോട്ടറോള മേടിക്കണത് എനിക്ക് തോന്നുന്നത് ആക്ഷൻ എന്ന് പറയുന്ന ഫോണാണ്. മോട്ടറോള 1 ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ 1 UI എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, 1 UI ഈ സാംസങ്ങിൻ്റെ ആൻഡ്രോയിഡ് 1 എന്ന് പറഞ്ഞിട്ട് പരിപാടി ഇറങ്ങി. ഈ വെർട്ടിക്കലി പിടിച്ചാലും നമുക്ക് അതിലൊരു ക്യാമറ ആക്ഷൻ ക്യാമറ അത്രയും വൈഡ് വ്യൂവും കിട്ടും, നല്ല സ്റ്റെബിലൈസേഷനും 4K എടുക്കാൻ പറ്റും. ആ ടൈമിൽ ആ പ്രൈസിൽ 4K എടുക്കാൻ പറ്റുന്ന ഇത്രയും സ്റ്റെബിലൈസേഷൻ കിട്ടുന്ന നല്ലൊരു ഫോണായിരുന്നു. പക്ഷേ പെർഫെക്റ്റ് എന്നല്ല, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സിനിമാറ്റിക് ആസ്പെക്ട് റേഷ്യോ ഉള്ള സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ നോച്ച് സ്ക്രീൻ യു നോച്ച് വി നോച്ച് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വേൾഡ്സ് സ്ലിമ്മസ്റ്റ് 5G ഫോൺ എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവർ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ക്യാമറയും 50 MP എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ ആ ടൈമിൽ ആ ഒരു ബഡ്ജറ്റിൽ ആ ഒരു ഫോൺ ഉണ്ടായിരുന്നുള്ളൂ, അത് മേടിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്, അതിൻ്റെ ഒരു സുഖം ഉണ്ടാവും. ബഗ് ഉണ്ടാവും, ഈ ഒരു പറഞ്ഞ പോലെ ചത്ത അവസ്ഥ ഉണ്ടാവും ചില ടൈമിൽ. നമുക്ക് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുമല്ലോ, ആൻഡ്രോയിഡാണ്. പിന്നെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കണത്, ഞാനിപ്പോൾ 1 വർഷത്തിന് മേലെ എനിക്ക് ആ ഫോൺ മാറ്റാൻ തോന്നിയിട്ടില്ല, എനിക്കിതൊരു ഒരു പണി തന്നിട്ടില്ല. അപ്പോൾ 1 വർഷമൊക്കെ എൻ്റെ പീക്ക് പീരീഡ്, ഞാൻ മാറ്റും, എത്ര പൈസ ഇല്ലെങ്കിലും ഞാൻ മാറ്റും ഫോൺ. പക്ഷേ അത്ര വലിയ പൈസയുടെ ഫോണൊന്നും ഞാൻ മേടിക്കാറില്ല. പക്ഷേ ഇത് ഞാൻ മേടിച്ചപ്പോൾ അത്യാവശ്യം അവരുടെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിരുന്നു ആ ടൈമിൽ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും നല്ല ഫോണാന്ന് തോന്നിയിട്ട് എനിക്ക് മേടിച്ച ഫോണാണ്. എനിക്ക് തോന്നുന്നു അത്ര നല്ല ഫോൺ, അത്രയും ടോപ്പ് സ്പെക്ക് ഉള്ള ഫോൺ മേടിച്ച കാരണം അതുകൊണ്ട് എനിക്ക് കുറച്ച് നാളധികം യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് നിങ്ങൾ ഒരു സംഭവം കേട്ടോ, നിങ്ങൾ ഫോൺ മേടിക്കുമ്പോൾ അത് നോക്കണം. പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു ഫോൺ മേടിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് നാളത്തേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കമ്പനി ആണെങ്കിലും നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണെങ്കിലും മറ്റേ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണെങ്കിലും കുറച്ചധികം വർഷത്തേക്ക് ഇപ്പോൾ തരുന്നുണ്ട്. ടോപ്പ് സ്റ്റോക്ക് ഫോണാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് മാറ്റേണ്ട ആവശ്യമില്ല, മടുക്കില്ല. മീൻസ് ഫീച്ചേഴ്സ് അത്യാവശ്യം ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ പോലും എൻ്റെ ഫോണിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ഇപ്പോഴും ഞാൻ മേടിച്ചതോ അല്ലെങ്കിൽ എൻ്റെ മുകളിലുള്ള ഫോൺ ഇപ്പോൾ തീരില്ല. ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, നല്ല അവസ്ഥയാണ്. 20,000 രൂപയ്ക്ക് 4 GB റാം LCD ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്ന കാലമാണ്. ഞാനൊരു കൊല്ലം മുമ്പ് വരെയാട്ടോ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു 6 മാസം മുമ്പ് വരെ. എൻ്റെ ഫോൺ മോട്ടോ എഡ്ജ് 50 അൾട്രയാണ്. അപ്പോൾ ക്യാമറ വൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫോണാണ്. മറ്റേ ചിപ്സെറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ചിപ്സെറ്റാണ്. എല്ലാം കൊണ്ടും നല്ല ലുക്കാണ്. ഫോൺ കേസിലാണ്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ ഒരു വുഡ് ഫിനിഷൊക്കെ കാണുമ്പോൾ എല്ലാവരും ഇപ്പോഴും ചോദിക്കും. പിന്നെ വയർലെസ് ചാർജിങ്ങും എല്ലാം, ഈ സ്റ്റോറേജ് സ്പീഡും എല്ലാം അടിപൊളിയാണ്. 125 വാട്ട്സിൻ്റെ ചാർജിങ്, അത് ഇപ്പോൾ അവരെടുത്ത് കളഞ്ഞു. 100 വാട്ട്സോ 90 വാട്ട്സ് അങ്ങോട്ട് ഇപ്പോഴും മറ്റേ അവരുടെ ഇതിൽ കൊടുക്കണുള്ളൂ, സിഗ്നേച്ചറിലൊക്കെ. അവരുടെ ടോപ്പ് എൻ്റെ ഫോണിൽ മോട്ടോറോളയുടെ പല ഫോണിൽ നിന്നും 100-ന് മേലുള്ള 120 എടുത്ത് കളയാൻ കുറച്ച് കൊണ്ടുണ്ട്. ഇത് 125 ബോക്സിൻ്റെ ഉള്ളുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങളൊരു ഫോൺ മേടിക്കുമ്പോൾ ആദ്യം ബഡ്ജറ്റ് നോക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അഫ്കോഴ്സ് ഞാൻ ആർക്കാണെങ്കിലും പറഞ്ഞുതരും. ബഡ്ജറ്റ് നോക്കുക. ബഡ്ജറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പർപ്പസ് എന്നുള്ളത് ആദ്യം നോക്കുക.
എന്താ പർപ്പസ്? അല്ലാണ്ട് വലിയ ഫോൺ വലിയ ജാട കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്താ നിങ്ങളുടെ പർപ്പസ്? ഇപ്പോൾ ഐഫോൺ നിങ്ങൾ ഇത്ര നാൾ യൂസ് ചെയ്തിരുന്ന ഐഫോൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഐഫോണിലേക്ക് തന്നെ പോകുള്ളൂ. ഐഫോൺ മതി. പൈസ ഉണ്ടെങ്കിൽ ഐഫോൺ തന്നെ, അതിൻ്റെ എക്കോ സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. പിന്നെ ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ബഡ്ജറ്റ് നോക്കുക, നിങ്ങളുടെ പർപ്പസ് നോക്കുക. ഫോട്ടോ ആണോ, ക്യാമറ ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഗെയിമിംഗ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ നല്ല ബാറ്ററി ആണോ വേണ്ടത്, അതൊക്കെ നോക്കിയിട്ട് എടുക്കുക. ഒരിക്കലും ഫോണിന് വേണ്ടിയിട്ട് വലിയ പൈസ കളയണമെന്ന് ഞാൻ പറയില്ല. പൈസ ഉണ്ടെങ്കിൽ നല്ല ഫോൺ മേടിക്കുക, അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് വെറുതെ ജാട കാണിക്കാൻ പൈസ കളയണം ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ബെസ്റ്റ് ബഡ്ജറ്റിൽ ബെസ്റ്റ് ഫോൺ കിട്ടണമെന്ന് നോക്കി മേടിക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അതൊക്കെയാണെന്ന് പറഞ്ഞത്. ഭയങ്കര വലിയ ലെങ്ത് വീഡിയോ ആണെന്ന് എനിക്കറിയാം, എന്നാലും അടുത്ത വട്ടം നമുക്ക് കാണാം. അടുത്ത ടോപ്പിക് ഞാൻ ഇപ്പോഴേ പറയണില്ല, ചിലപ്പോൾ ഞാൻ മാറ്റി ചെയ്യും. സോ ഇതൊക്കെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂടെ വരാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.